ജോർജിയയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ച ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, അതായത് UG. നമ്മൾ കുറേ കാലമായി യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ട്, കാര്യം ഞാൻ ഓരോ യൂണിവേഴ്സിറ്റികളും നേരിട്ട് പോയിട്ട് ആ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പഠിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി വ്ളോഗുകൾ വരുന്നുണ്ട്, ഓരോ രാജ്യങ്ങളിലെയും ഓരോ യൂണിവേഴ്സിറ്റികളും നേരിട്ട് പോയി ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ ആ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തെ കുറിച്ചിട്ടും ആ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ വരും. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ജോർജിയനെ കുറിച്ച് പറയാം. ജോർജിയയിൽ പോയ സമയത്ത് ജോർജിയയിൽ ഞാൻ കണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ കണ്ട കാര്യങ്ങളും എല്ലാം നിങ്ങളോട് പറയാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡന്റ് ആയിട്ടുള്ള ഫഹദിനെ കോളിൽ വിളിച്ചിട്ട് ഫഹദിനോട് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽഡ് വീഡിയോയിലും പറയുന്നത് പോലെ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം NMC ഗൈഡ് ലൈൻസ്. അതായത് നമുക്ക് അബ്രോഡ് ഒരു രാജ്യത്ത് പഠിച്ച് തിരിച്ചു വന്ന് ഇന്ത്യയിൽ ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ NMC ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലായിരിക്കണം പഠിക്കേണ്ടത്. അപ്പോൾ NMC ഗൈഡ് ലൈൻസ് പാലിക്കാത്ത യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ NMC ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ NMC ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആദ്യത്തെ NMC ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കോഴ്സ് 54 മന്ത്സ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം. അതിലൂടെ 12 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ചെയ്യണം എന്നുള്ളതാണ്. ജോർജിയയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും 54 മന്ത്സ്, അതായത് 5 വർഷത്തെ കോഴ്സും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ജോർജിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം എന്നുള്ളതാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് www.toms.org എന്ന വെബ്സൈറ്റിൽ പോവാം. എന്നിട്ട് കൺട്രി ജോർജിയ ചൂസ് ചെയ്യുക. ജോർജിയയിലെ യൂണിവേഴ്സിറ്റികളൊക്കെ അവിടെ കാണാൻ പറ്റും. അതിലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താൽ അതിൽ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിൽ കോഴ്സ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് നോക്കിയാൽ മതി, അതിൽ ഇംഗ്ലീഷ് കാണാൻ പറ്റും. അതായത് ജോർജിയയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇംഗ്ലീഷ് തന്നെയാണ്, കംപ്ലീറ്റ് ഇംഗ്ലീഷ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി WHO ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ www.toms.org എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് കൺട്രി ജോർജിയ എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ആ ലിസ്റ്റിലുണ്ട്. അടുത്ത ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ MBBS ഒരു രാജ്യത്ത് പഠിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള രജിസ്ട്രേഷനോ ലൈസൻസോ കിട്ടണമെന്നുള്ളതാണ്. ജോർജിയയിൽ നമ്മൾ MBBS കഴിയുന്നതോടെ ഒരു ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയും ജോർജിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് NMC ഗൈഡ് ലൈൻസിന് നമ്മൾ നോക്കേണ്ടത്. NMC ഗൈഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ആ യൂണിവേഴ്സിറ്റിക്ക് FMG പാസ് പെർസെന്റേജ് ഉണ്ടോ എന്നുള്ളതാണ്. FMG പാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ അബ്രോഡ് ഒരു രാജ്യത്ത് ഒരു കുട്ടി പോയി പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ഒരു എക്സാം എഴുതണം. അതിന്റെ പേരാണ് FMG എക്സാം. ഇനിയിപ്പോൾ അത് നെക്സ്റ്റ് ആയിട്ട് മാറാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് ആണെങ്കിൽ FMG ആണെങ്കിൽ അബ്രോഡ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സെയിം തന്നെയാണ്. അപ്പോൾ ഈ എക്സാമിൽ ഓരോ യൂണിവേഴ്സിറ്റിയും എത്ര കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്, അതിൽ എത്ര കുട്ടികൾ പാസ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ റേഷ്യോ ആണ് FMG പാസ് പെർസെന്റ്. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ 2016 സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ അവിടുന്ന് പാസ് ഔട്ട് ആയ ബാച്ച് ഇല്ല. അതുകൊണ്ട് തന്നെ അവർ FMG എഴുതിയതിന്റെ പാസ് പെർസെന്റേജ് ഇല്ല. അതുകൊണ്ട് തന്നെ FMG പാസ് പെർസെന്റേജിന്റെ ബേസിൽ നമുക്ക് UGയെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ട കാര്യം ആ യൂണിവേഴ്സിറ്റിക്ക് ECFMG അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ECFMG അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് US-ലും കാനഡയിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റും. ജോർജിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിക്കും ECFMG അക്രഡിറ്റേഷൻ ഉണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് www.toms.org എന്ന വെബ്സൈറ്റിൽ പോയിട്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്പോൺസർ നോട്ട് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ആ സ്പോൺസർ നോട്ട് എടുത്ത് കഴിഞ്ഞാൽ അവിടെ ECFMG ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കും. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ലൊക്കേഷനെ കുറിച്ച് പറയാം. ജോർജിയയിലുള്ള സബർദാലോ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഉള്ളത്. ടിബിലിസിയാണ് ജോർജിയയുടെ ക്യാപിറ്റൽ. ടിബിലിസിയുടെ അടുത്ത് തന്നെയാണ് ഈ സബർദാലോ സിറ്റി. ഈ ഒരു സബർദാലോ സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കേരള റെസ്റ്റോറന്റുകളും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ദൂരങ്ങളിലേക്ക് പോകേണ്ടതോ പർച്ചേസ് ചെയ്യാൻ പോകേണ്ടതോ ആവശ്യം വരാറില്ല. ഇപ്പൊ യൂണിവേഴ്സിറ്റിന്റെ ലൊക്കേഷനെ കുറിച്ച് കറക്റ്റ് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഉള്ളത് ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടെ ജോർജിയയിലുള്ള മെട്രോനെ കുറിച്ച് പറയുന്ന സമയത്ത് ജോർജിയ മെട്രോന് 2 ലൈനുകളുണ്ട്, സബർദാലോ ലൈനും അഹ്മദ് അലി ലൈനും. ഇതിൽ സബർദാലോ ലൈനിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഉള്ളത്. ഈ സബർദാലോ ലൈനും അഹ്മദ് അലി ലൈനും കൂട്ടിമുട്ടുന്ന ഭാഗമാണ് സ്റ്റേഷൻ സ്ക്വയർ. സ്റ്റേഷൻ സ്ക്വയർ എന്നാണ് നമ്മൾ സാധാരണ ലൈന് മാറി കയറിയൊക്കെ ചെയ്യും. ഈ സ്റ്റേഷൻ സ്ക്വയറിന് 2 സ്റ്റേഷനുള്ളൂ ഈ ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഉള്ളത്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. മോസ്റ്റ്ലി സ്റ്റുഡൻസ് എല്ലാം യൂണിവേഴ്സിറ്റിന്റെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസിലാണ് കുട്ടികളെല്ലാം അപ്പാർട്ട്മെന്റ് എടുക്കാറുള്ളത്. ചില കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്. ഒരു 20-30 മിനിറ്റ് പോകാനുള്ള ദൂരത്തിലാണ് ഹോസ്റ്റലുകളൊക്കെ സാധാരണ കണ്ടിട്ടുള്ളത്. മോസ്റ്റ്ലി സ്റ്റുഡൻസ് എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബസ്സോ മെട്രോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ കേരളത്തിൽ നിന്ന് ജോർജിയയിലേക്ക് പോകുന്നത് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ജോർജിയയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. മോസ്റ്റ്ലി ദുബായിലോ അല്ലെങ്കിൽ ഷാർജയിലൊക്കെ ലേ ഓവർ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റുകളാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്ന് ജോർജിയയിലേക്ക് പോകാനും പറ്റും. ജോർജിയൻ എയർപോർട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1/2-3/4 മണിക്കൂർ ദൂരമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലേക്കുള്ളത്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ക്ലാസ് ടൈമിംഗ് രാവിലെ 9 മണിന്റെയും രാത്രി 9 മണിന്റെയും ഇടയിലാണ്. അതായത് ഈ ടൈമിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നമുക്ക് ക്ലാസ് വരുന്നുണ്ടാവുക. 1.5 മണിക്കൂറാണ് നോർമലി ക്ലാസ് ഉണ്ടാവാറുള്ളത്. മോസ്റ്റ്ലി ഒരു ദിവസം 3 സബ്ജക്ട് അല്ലെങ്കിൽ 4 സബ്ജക്ട് ഒക്കെയാണ് മാക്സിമം ഉണ്ടാവാറുള്ളത്. ശരിക്കും യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഒരു പ്രത്യേകത ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ
ടൈം നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഏത് സമയത്താണ് ക്ലാസ് വേണ്ടത് എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിന് സബ്ജക്ട് സെലക്ഷൻ എന്താ പറയാ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഹ്യൂമൻ ബോഡിയും അതുപോലെ തന്നെ മൈക്രോ ബയോളജി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയന്റെ പാനലിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ ബോഡിന്റെ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, അതുപോലെ തന്നെ മൈക്രോ ബയോളജിന്റെ ഗ്രൂപ്പ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ ഹ്യൂമൻ ബോഡി ചൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മൈക്രോ ബയോളജിയും ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ വേണേൽ രാവിലെ ചൂസ് ചെയ്യാം, രാത്രി വേണേൽ രാത്രി ചൂസ് ചെയ്യാം, വൈകുന്നേരം വേണേൽ വൈകുന്നേരം ചൂസ് ചെയ്യാം. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് സബ്ജക്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ ഇയറിലും കമ്പൽസറി സബ്ജക്ട് ഉണ്ടാവും. ഈ സബ്ജക്റ്റുകൾ മസ്റ്റ് ആയിട്ടും ഇയറിൽ പഠിക്കണം എന്നുള്ളത്. ആ സബ്ജക്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യണം. അതായത് 30 ക്രെഡിറ്റ് ആണ് ഒരു സെമ്മിൽ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ 30 ക്രെഡിറ്റ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ സബ്ജക്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ സെമ്മിലും കമ്പൽസറി സബ്ജക്റ്റുകൾ ഉണ്ടാവും. ഈ സബ്ജക്റ്റുകൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത്. അതെന്തായാലും നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് 30 തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇലക്ടീവ് സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം. അത് ഈ ക്രെഡിറ്റ് തെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പം എല്ലാ കമ്പൽസറി സബ്ജക്റ്റും ചൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ 20 ക്രെഡിറ്റ് ആവുന്നെങ്കിൽ ബാക്കി 10 ക്രെഡിറ്റിന് നമുക്ക് എന്താ വെച്ചാൽ ജോർജിയൻ ലാംഗ്വേജ് പോലുള്ള ഇലക്ടീവ് സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഒരു സെമ്മിൽ 30 ക്രെഡിറ്റിന് പകരം നമ്മൾ കുറേ സബ്ജക്റ്റുകളൊക്കെ എടുത്ത സമയത്ത് 31 ക്രെഡിറ്റ് ആയി എന്ന് വരിക്കാം. അങ്ങനെയാകുന്ന സമയത്ത് ആ ഒരു ക്രെഡിറ്റിന് നമ്മൾ $100 വെച്ച് കൊടുക്കണം. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ഫീസ് എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിന് $3000 ആണ്. അതായത് ഒരു ക്രെഡിറ്റിന് $100 ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ 30 ക്രെഡിറ്റിന് പകരം 31 ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ $100 കൊടുക്കണം. 32 ആണെങ്കിൽ 200, അങ്ങനെ ക്രെഡിറ്റിന് $100 ആയിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ പ്രൊഫസേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കുട്ടികൾക്ക് ഏത് സമയവും അവരോട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഞാൻ പോയ സമയത്ത് തന്നെ അവരുടെ ഡീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര വിഷണറി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ജോർജിയയിലെ DTMU എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിന്റെ പഴയ ഡീനാണ് ഇപ്പോഴത്തെ UGയുടെ ഡീൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് UGയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹവും അതിന്റെ ഒരു വിഷനും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി UGയിലുള്ള ക്ലാസ് നോക്കുന്ന സമയത്ത് 2 ടൈപ്പ് ക്ലാസ്സുകളാണുള്ളത്. ഒന്ന് ലെക്ചർ ക്ലാസ്സുകളും രണ്ടാമത്തെ സെമിനാർ ക്ലാസ്സുകളും. അതായത് ഒരു വീക്കിൽ ഒരു സബ്ജക്റ്റിന്റെ ലെക്ചർ ആണെങ്കിൽ അടുത്ത വീക്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ സെമിനാർ ആയിരിക്കും. ഓരോ സെമിനാർ ക്ലാസ്സുകളിലും അസസ്മെന്റുകൾ ഉണ്ടാവും. അസസ്മെന്റുകൾ ഡെയിലി 3 മാർക്കിലാണ് ഉണ്ടാവുക. ഒരു സെം ഫുള്ള് നോക്കുന്ന സമയത്ത് നമുക്ക് സെമിനാറിന് 60 മാർക്ക് ഉണ്ടാവുക. ഈ 60 മാർക്കിൽ 11 മാർക്ക് കിട്ടിയാലാണ് നമ്മൾ ഫൈനൽ എക്സാം എഴുതാൻ എലിജിബിൾ ആവുക. ഇപ്പൊ നിങ്ങൾക്ക് സെമിനാർ എന്താണ് ലെക്ചർ എന്താണെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ ലെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ക്ലാസ് എടുക്കൂലെ, PPT വെച്ചിട്ടും ബോർഡിലൊക്കെ എഴുതിയിട്ടൊക്കെ ഇതേപോലെ ക്ലാസ് എടുക്കുന്നതിനാണ് ലെക്ചർ എന്ന് പറയാം. സെമിനാർ എന്ന് പറഞ്ഞാൽ ആ ലെക്ചറിൽ എന്താണോ ക്ലാസ് എടുത്തത് അത് നമ്മൾ പഠിച്ചിട്ട് സെമിനാറിന് പോകണം. സെമിനാറിന് നമ്മൾ ആ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ടീച്ചേഴ്സ് അതിൽ ക്വിസ് ആയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതല്ലെങ്കിൽ വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതല്ലെങ്കിൽ MCQ എക്സാംസ് നടത്തും. ഇങ്ങനെ പല രീതിയിലാണ് അസസ്മെന്റ്സ് ഉണ്ടാവുക. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഓരോ സെമിനാറിലും മാർക്ക് ഇടുക. ഒരു സബ്ജക്റ്റിന് 17 വീക്കാണ് ഉണ്ടാവുക. ഇതിൽ 15ാമത്തെ വീക്കിലാണ് നമുക്ക് പ്രസന്റേഷൻ ഉണ്ടാവുക. പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഫസർ ഒരു ടോപ്പിക് വരും. ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ച് ഒരു PPT ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതിനെ കുറിച്ച് പ്രസന്റ് ചെയ്യണം. ഈ പ്രസന്റേഷനും മാർക്ക് ഉണ്ട്. പിന്നെ 16ാമത്തെ വീക്ക് വെക്കേഷൻ ആയിരിക്കും. 17ാമത്തെ വീക്ക് ആയിരിക്കും നമുക്ക് സെം എക്സാം ഉണ്ടാവുക. മോസ്റ്റ്ലി നമുക്ക് സെം എക്സാം MCQ എക്സാം ആയിരിക്കും. 40 മാർക്കിലാണ് എക്സാം ഉണ്ടാവുക. ഇതിൽ 21 മാർക്ക് കിട്ടുകയാണെങ്കിലാണ് നമ്മൾ പാസ് ആവും. അതായത് നമ്മുടെ സെമിനാറും കാര്യങ്ങളൊക്കെ ഇന്റേണൽ മാർക്ക് 60 മാർക്കും അതുപോലെ നമ്മുടെ ഫൈനൽ എക്സാമിന്റെ മാർക്ക് 40 മാർക്കും കൂട്ടിയിട്ട് ആ സെം പാസ് ആവാൻ നമുക്ക് വേണ്ടത് 100 മാർക്കിൽ 51 മാർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെമിനാറിൽ ഫൈനൽ എക്സാം ക്വാളിഫൈ ചെയ്യാൻ 11 മാർക്ക് മതി. ഫൈനൽ എക്സാമിന് നമുക്ക് 21 മാർക്ക് മതി പാസ് ആവാൻ. പക്ഷേ ഇത് രണ്ടും കിട്ടിയോണ്ട് നമ്മൾ ആ ഒരു സെം പാസ് ആവില്ല. സെം പാസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 51 മാർക്ക് കിട്ടണം. അതായത് ക്വാളിഫിക്കേഷൻ മാർക്ക് മാത്രം നമ്മൾ പാസ് ആവില്ല. 100ൽ 51 മാർക്ക് കിട്ടിയാലേ നമ്മൾ പാസ് ആവും. അതായത് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് 21 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ബാക്കി മാർക്ക് നിങ്ങൾക്ക് ഇന്റേണൽ എക്സാമിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെമിനാറിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആവും. അതല്ല സെമിനാറിന് നിങ്ങൾക്ക് 11 മാർക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് 40 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ പാസ് ആവും. പിന്നെ UGയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ അറ്റൻഡൻസ് ഒരു പ്രശ്നമല്ല. അറ്റൻഡൻസ് കുറഞ്ഞു എന്നതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റാത്ത വലിയ ഇഷ്യൂസ് വരാറില്ല. ഇനി നമുക്ക് UGയിലെ ഇയർ ബാക്ക് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ UGയിൽ കമ്പൽസറി സബ്ജക്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമ്മിൽ ഹ്യൂമൻ ബോഡി, ബയോ കെമിസ്ട്രി, ജെനറ്റിക്സ് ഇത് 3 ഇമ്പോർട്ടന്റ് സബ്ജക്ട്സ്. ഇതിൽ 1 or 2 സബ്ജക്ട് ഫെയിൽ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അത് കെയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് പോകാൻ പറ്റും. നെക്സ്റ്റ് ഇയറിൽ അത് എഴുതിയെടുത്താൽ മതിയാവും. പക്ഷേ 3 സബ്ജക്റ്റും ഒന്നിച്ച് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ സെം ബാക്ക് ആവും. ഈ ഇമ്പോർട്ടന്റ് സബ്ജക്ട് അല്ലാത്ത ഇലക്ടീവ് സബ്ജക്റ്റുകൾ നമുക്ക് ഫെയിൽ ആയാലും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് സെമ്മിലേക്ക് പോകാൻ പറ്റും. ഇനി UGയുടെ ക്ലിനിക്കൽസ് നോക്കുന്ന സമയത്ത് ജോർജിയയിൽ മൊത്തം 3rd ഇയറിലാണ് ശരിക്കും ഹോസ്പിറ്റൽ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ മുന്നേ നമുക്ക് ക്ലിനിക്കൽ സ്കിൽസ് ലാബ് പോയിട്ട് ഈ CPR-ഉം ECG പോലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോപ്പർ ഹോസ്പിറ്റൽ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd ഇയർ സെക്കൻഡ് സെം മുതലാണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ് ഇന്ത്യയിലെ പോലൊരു ക്ലിനിക്കൽസ് ജോർജിയയിൽ കിട്ടുമെന്നുള്ളത്. ഒരിക്കലും ഇല്ല. കാര്യം ഇന്ത്യയിൽ അത്രയും കേസസ് ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ക്ലിനിക്കൽസ് ജോർജിയയിൽ കിട്ടുമെന്ന് വെച്ചാൽ ഒരിക്കലും കിട്ടില്ല. പക്ഷേ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്ന് FMG എക്സാം ക്ലിയർ ചെയ്ത 1 ഇയർ ഇന്റേൺഷിപ്പ് നമ്മൾ ഇവിടെ ചെയ്യണം. ആ സമയത്ത് നമുക്ക് എല്ലാ കേസസും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ജോർജിയയിലെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഹോസ്പിറ്റൽ, അതായത് ഗൈനക്കോളജിക്ക് വേറെ ഹോസ്പിറ്റൽ, പീഡിയാട്രിക്സിന് വേറെ ഹോസ്പിറ്റൽ, അങ്ങനെ നമുക്ക് ഓരോ ക്ലാസ് വരുന്നതനുസരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇനി കുട്ടികളിലേക്ക് അടുത്തൊരു മെയിൻ കാര്യമാണ് ജോർജിയയിൽ കടാവർ ഉണ്ടോ എന്നുള്ളത്. ജോർജിയയിൽ കടാവർ ഇല്ല. നമ്മൾ മാൻകിൻസും സ്റ്റിമുലേറ്ററും വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ കടാവറിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും 3D സ്റ്റിമുലേറ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് UGയുടെ എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. UGയിൽ പോയ സമയത്ത് എനിക്ക് തോന്നിയുള്ള UGയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഭയങ്കര ഫ്രീ ആണ്. അതായത് പഠിക്കേണ്ട കുട്ടികൾക്ക് പഠിക്കാം, കളിക്കേണ്ട കുട്ടികൾക്ക് കളിക്കാം എന്നുള്ള പോലെ. അതായത് നന്നായിട്ട് കളിച്ച് ഒയപ്പി നടക്കുന്ന കുട്ടികളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിച്ച് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കുട്ടികളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ഫീസ് നോക്കുന്ന സമയത്ത് ഒരു ഇയറിന് $6000 ആണ് UGയുടെ ഫീസ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ $6000 ഫുൾ ആയിട്ട്
എടുക്കണം. പക്ഷേ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് സെം വൈസ് ആയിട്ട് ഫീസ് അടക്കാൻ പറ്റും. അതായത് ഫോർത്ത് സെമ്മിന്റെ ഫീസ് തേർഡ് സെമ്മിൽ അടക്കുന്ന പോലെ ഉണ്ടാവും. ഇനി ജോർജിയയിൽ എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് ജോർജിയ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UG ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. യൂണിവേഴ്സിന്റെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലാണ് കുട്ടികൾ അധികവും നിൽക്കുന്നത്. ഓൾമോസ്റ്റ് $150 ഒരാൾക്ക് അപ്പാർട്ട്മെന്റിന് റെന്റ് വരാറുള്ളത്. ചില അപ്പാർട്ട്മെന്റിൽ ഇലക്ട്രിസിറ്റിയും വാട്ടറും വൈഫൈ ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കും, ചിലതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ അത് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഇനി ജോർജിയയിലെ ഫുഡ് നോക്കുന്ന സമയത്ത് മോസ്റ്റ്ലി കുട്ടികൾ എല്ലാവരും സെൽഫ് കുക്ക് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. ചില കുട്ടികൾക്ക് അവിടെ മലയാളികൾ നടത്തുന്ന റെസ്റ്റോറന്റുകളുണ്ട്. അപ്പൊ അവർ മെസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോൺ വെജ് മെസ്സൊക്കെ 2 നേരത്തേക്ക് ഓൾമോസ്റ്റ് $100 അടുത്തേക്കാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ മെസ്സിന്നൊക്കെ ഞാൻ ഫുഡ് കഴിച്ചു നോക്കിയിട്ട് നല്ല ഫുഡാണ്. മോസ്റ്റ്ലി എല്ലാ സമയത്തും ബിരിയാണിയാണ് അവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ സെൽഫ് കുക്കിംഗ് ചെയ്യുന്ന കുട്ടികൾ കുക്കറൊന്നും അവിടെ കിട്ടൂല. നമ്മൾ കുക്കറും ഫ്രൈ പാനും മസാല പൊടികളൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവരും. ഓൾമോസ്റ്റ് സെൽഫ് കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് $100 താഴേക്ക് ഫുഡിന് എക്സ്പെൻസ് വരുള്ളൂ. എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു മാസത്തേക്ക് ജോർജിയയിൽ ഓൾമോസ്റ്റ് $300 അടുത്ത് ചെലവ് വരാറുണ്ട്. ഇനി ജോർജിയയിലെ ട്രാൻസ്പോർട്ടേഷൻ നോക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് സ്റ്റുഡന്റ് കാർഡ് കിട്ടും. ഇപ്പൊ ബാങ്ക് ഓഫ് ജോർജിയ എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഉണ്ട്. അപ്പൊ അവിടുന്ന് സ്റ്റുഡന്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 മണിക്കൂറിനേക്ക് ഇന്ത്യൻ റുപ്പീസ് 7 രൂപയെ വരുന്നുള്ളൂ ഈ ഒരു കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് നമ്മൾ മെട്രോയിലോ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് അതിലൊരു മെഷീൻ ഉണ്ടാവും. അതിൽ നമ്മൾ ഈ മെട്രോ കാർഡ് ടാപ്പ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് മെട്രോയിലേക്ക് മാറി കയറിയാലും മെട്രോയിൽ നിന്ന് ബസ്സിലേക്ക് മാറി കയറിയാലും നമുക്ക് പിന്നെ പൈസ പോകില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ അടുത്ത ടാപ്പിന്റെ പൈസ പോകും. രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ മെട്രോ ബസ്സൊക്കെ ഉണ്ടാവും. വെൽ കണക്റ്റഡ് ആയിട്ടുള്ള മെട്രോ ബസ്സുകളൊക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് മോസ്റ്റ്ലി സ്റ്റുഡൻസ് എല്ലാവരും ഈ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലുള്ള വെക്കേഷൻ എന്ന് പറയുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ്. പിന്നെ ക്രിസ്മസിനും ന്യൂ ഇയറിനായിട്ട് ഒരു 10 ദിവസം ലീവ് ഉണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ ഒരു സെമ്മ് കഴിഞ്ഞ് അടുത്ത സെമ്മ് കയറുന്നതിന്റെ ഇടയ്ക്ക് ഒരു 10-20 ദിവസമൊക്കെ ലീവ് കിട്ടാറുണ്ട്. ഇനി ജോർജിയയിലെ ക്ലൈമറ്റ് നോക്കുന്ന സമയത്ത് നവംബർ ടു ഫെബ്രുവരി വിന്റർ ആണ്. -1, -2 വരെയൊക്കെ ടെമ്പറേച്ചർ താവാറുണ്ട്, സ്നോഫോൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് തണുപ്പ് കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു ജാക്കറ്റും അതുപോലെ തന്നെ തെർമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നിന്ന് പോകും. സാധാരണ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് സമ്മർ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. 25-30 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ടെമ്പറേച്ചർ ഉയരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാനിപ്പോൾ ഇങ്ങ് വന്നപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ തന്നെ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത കുട്ടികളുടെ ഡൗട്ടാണ് ജോർജിയയിൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പോകുന്ന കോഴ്സ് MBBS അല്ലേ. MBBSന് പഠിക്കാൻ തന്നെ ഉണ്ടാവും 1000 കാര്യങ്ങൾ. അതിന് ഫോക്കസ് ചെയ്യാൻ തന്നെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമുക്ക് പാർട്ട് ടൈം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാനേ സമയം ഉണ്ടാവില്ല. ജോർജിയയിൽ പാർട്ട് ടൈം ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇത്ര മണിക്കൂർ അങ്ങനത്തെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇത്ര വേണമെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ പാർട്ട് ടൈം കിട്ടൂല. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം അറിഞ്ഞിട്ട് പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അവിടെ ജോർജിയൻ ലാംഗ്വേജ് അറിയണം. ജോർജിയൻ ലാംഗ്വേജ് അറിഞ്ഞാൽ തന്നെ പാർട്ട് ടൈം കിട്ടിയാൽ തന്നെ നമുക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാർട്ട് ടൈമിനെ കുറിച്ച് ആലോചിച്ച് ജോർജിയയിലേക്ക് പോവുകയാണ്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ വർക്ക് എലിജിബിലിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ MBBS കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ FMG അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം എഴുതണം. അതിനുശേഷം തിരിച്ച് ഇവിടെ 1 ഇയർ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ എടുത്ത് നമുക്ക് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നെക്സ്റ്റ് എക്സാം ആണെങ്കിൽ നെക്സ്റ്റ് 1ന്റെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗവൺമെന്റ് തന്നെ PG ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നെക്സ്റ്റ് അല്ല FMG ആണെങ്കിൽ നിങ്ങൾ PGക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നീറ്റ് PG എക്സാം എഴുതേണ്ടി വരും. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിച്ചിട്ട് UK-ലോ US-ലോ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ജോർജിയയിൽ പോയ സമയത്ത് അവിടെ കണ്ടൊരു പ്രത്യേകത. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൗക്കസ് ഇന്റർനാഷണൽ അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ പോലെ യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, അറബിൽ നിന്നും ഇസ്രായേലിൽ നിന്നും നൈജീരിയ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ തേർഡ് ഇയർ ഒക്കെ ആകുന്ന സമയത്ത് USMLE ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇന്ത്യൻ സ്റ്റുഡൻസിനും കിട്ടുകയാണ്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കും പറ്റും എന്ന് മനസ്സിലാക്കി അവർ USMLEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് USMLE ക്ലിയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിനാണ് ഞാൻ പൊതുവെ ജോർജിയയിൽ കൂടുതലാണ് കണ്ടേക്കുന്നത്. അപ്പോൾ UK-ലേക്കോ US-ലേക്കോ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ജോർജിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി ജോർജിയയിൽ പഠിച്ചിട്ട് എങ്ങനെയാണ് US-ലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ USMLE എക്സാം സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ക്ലിയർ ചെയ്തിട്ട് US-ന്റെ റെസിഡൻസി ചെയ്ത് US-ൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ UK-യുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്ലാബ് 1, പ്ലാബ് 2 ക്ലിയർ ചെയ്ത് UK-ലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ UAE-ലേക്ക് നോക്കുകയാണെങ്കിൽ, UAE-ൽ സാധാരണ DH അല്ലെങ്കിൽ DOH അല്ലെങ്കിൽ MOH-ന്റെ എക്സാംസ് എഴുതണമെങ്കിൽ നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനിയിപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ UAE-ൽ റെസിഡൻസി ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് PG ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എംബ്രി എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട്. ഈ എംബ്രി എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് എക്സ്പീരിയൻസ് UAE-ൽ PG ചെയ്യാൻ പറ്റും. പക്ഷേ എംബ്രി കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ ജർമ്മനി പോലുള്ള യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെയുള്ള ലൈസൻസിങ് എക്സാം അതുപോലെ തന്നെ ലാംഗ്വേജ് എക്സാം ക്ലിയർ ചെയ്താൽ നമുക്ക് അങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് യൂണിവേഴ്സിറ്റി ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് രാജ്യത്ത് പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡന്റ് ആയിട്ടുള്ള ഫഹദിനെ കോളിൽ വിളിച്ചിട്ട് ഫഹദിനോട് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയെ കുറിച്ച് ചോദിച്ചു നോക്കാം. ഫഹദ്, ഞാൻ വിളിച്ചതേ നമ്മുടെ വീഡിയോന്റെ ഇടയ്ക്ക് ഫഹദിനെ വിളിച്ചിട്ട് UGയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നേരെ ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെയുണ്ട് അവിടെ UGയുടെ ക്ലാസ് ഒക്കെ? ഹലോ റിയാസ്ക, ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വൈകിട്ട് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇരിക്കുകയായിരുന്നു. നിങ്ങളെ ക്ലാസിന്റെ സ്കെഡ്യൂൾ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അതായത് ക്ലാസിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് 9 to 9 നൈറ്റ് ആണ്. ഓരോ ആൾക്കാർ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും അവരവരുടെ ടൈമിംഗ്. മോർണിംഗിലാണ് ക്ലാസ്, ഈവനിങ്ങിലാണെന്ന്. ലെക്ചർ ആണെങ്കിൽ 1 hour ആയിരിക്കും ക്ലാസ്. പിന്നെ സെമിനാർ ആണെങ്കിൽ 2 hours കാണും. പിന്നെ ക്ലാസ്സസിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയം ഇപ്പം മോർണിംഗിലൊരു ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ ചിലപ്പം രാത്രി ആയിരിക്കും ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കത്തെ അത്രയും സമയം ബ്രേക്കാണ്. ചില സമയം ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരു 10 minutes ബ്രേക്ക് കാണും. പിന്നെ ക്ലാസ്സസ്
മെയിൻ ബിൽഡിംഗ് മാത്രമല്ല നടക്കുന്നത്, മെഡിക്കലും നടക്കുന്നുണ്ട്. ഫാദർ, ഈ സബ്ജക്ട് സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്താണ് സബ്ജക്ട് സെലക്ഷൻ, എങ്ങനെയാണെന്നൊക്കെ? നമ്മൾ സെം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് രജിസ്റ്റർ ചെയ്യണം. അതായത് സെമ്മിലേക്ക് കുറച്ച് സബ്ജക്റ്റുകൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മാറ്റിയിരിക്കുക, കോറും ഇലക്റ്റീവും. കോറെന്ന് വെച്ചാൽ ആ സെമ്മിലേക്ക് എന്തായാലും ആ സബ്ജക്റ്റ് എടുത്തേ പറ്റൂ. അതിനകത്ത് ഹ്യൂമൻ ബോഡിക്കകത്ത് അനാറ്റമി, ഫിസിയോളജി ആൻഡ് ഹിസ്റ്റോളജി. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെം ആണെങ്കിൽ ജെനറ്റിക്സ് ഉൾപ്പെടും. പിന്നുള്ളത് ബയോകെമിസ്ട്രി ആണ്. പിന്നെ ക്ലിനിക്കൽസ് ഉണ്ട് സെക്കൻഡ് സെം ആണെങ്കിൽ. പിന്നെ ഇലക്റ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മെഡ്, ഹെൽത്ത് പ്രൊമോഷൻ, അങ്ങനത്തെ കുറച്ച് സബ്ജക്റ്റുകൾ. ഈ ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ ക്രെഡിറ്റ് തേക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സബ്ജക്റ്റുകളാണ്. അപ്പം ഒരു സെമ്മിലേക്ക് 30 ക്രെഡിറ്റ്സ് അല്ലേ വേണ്ടേ, അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സബ്ജക്റ്റുകളാണ് ഇലക്റ്റീവ്സ്. അതായത് നമുക്ക് ഒരു സബ്ജക്റ്റ് അല്ല ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഹ്യൂമൻ ബോഡി ആണെങ്കിൽ അനാട്ടമി, ഫിസിയോളജി, ഹിസ്റ്റോളജി. അതിൽ അനാട്ടമിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലെക്ചറിനെയും അതിനനുസരിച്ചുള്ള ടൈമും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി രണ്ടും അതിനനുസരിച്ചുള്ള ആ ഗ്രൂപ്പിലുള്ള ടൈം ഓട്ടോമാറ്റിക്കലി വരും, അങ്ങനെയല്ലേ? ഹ്യൂമൻ ബോഡിയുടെ കാര്യത്തിൽ അങ്ങനെ നടക്കൂ. ഒരു സബ്ജക്റ്റിൻ്റെ ടീച്ചറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പം അനാറ്റമിയിൽ ഞാനൊരു ലെക്ചറിനെ എടുത്തെന്ന് വിചാരിച്ചു. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹിസ്റ്റോളജിയും ഫിസിയോളജിയും ഓട്ടോമാറ്റിക്കലി അസൈൻ ആവും. അത് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, അതൊരു ഗ്രൂപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഗ്രൂപ്പ് വേണമെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നടക്കും. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബോഡി 3 സബ്ജക്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് ഗ്രൂപ്പായിട്ട് വരുന്നത്. ഇപ്പോൾ മൈക്രോബയോളജി ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പിൽ മൈക്രോബയോളജി മാത്രമാണ് ഉള്ളത്. മൈക്രോബയോളജിയുടെ ഗ്രൂപ്പായ മൈക്രോബയോളജി മാത്രമേ കാണൂ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു സെമിനാറും ഒരു ലെക്ചറിൻ്റെയും ടൈമിങ്ങും പ്രൊഫസറും കാണും. ഏത് ഡേയിലാണ് ക്ലാസ് നടക്കുന്നതെന്നുണ്ട്. അങ്ങനെ ഒരു 4 ഗ്രൂപ്പ് കാണും. അപ്പോൾ അതിനകത്ത് നമുക്ക് പറ്റിയ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് UGയിൽ സെമിനാർസ് ഉണ്ടാവുമല്ലോ, ലെക്ചേഴ്സും സെമിനാർസും അല്ലേ? അപ്പോൾ ഈ സെമിനാർസിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നത്? സെമിനാറിനകത്ത് ടോട്ടൽ ഒരു സെമ്മിൽ വാങ്ങേണ്ടത് 40 മാർക്സ് ആണ്, സെമിനാർ മാത്രം. ഒരു വീക്കിൽ ഒരു സബ്ജക്റ്റിന് 3 മാർക്കാണ് വരുന്നത് സെമിനാറിന്. അതായത് ഹ്യൂമൻ ബോഡിക്ക് 3 മാർക്ക്, അതായത് അനാറ്റമി 1 മാർക്ക് ഒരു വീക്കിൽ, അതേപോലെ തന്നെ ഫിസിയോളജി 1 മാർക്കും ഹിസ്റ്റോളജി 1 മാർക്കും, പിന്നെ ബയോകെമിസ്ട്രി ഒക്കെ 3 മാർക്ക് പെർ വീക്കാണ്. ടോട്ടൽ 40 മാർക്സ്. പിന്നെ ഒരു സെമ്മിൽ ടോട്ടൽ 17 വീക്സ് ആണ് ക്ലാസ് ഉള്ളത്, ഇൻക്ലൂഡിങ് ഫൈനൽ എക്സാം. അതിനകത്ത് 14 വീക്ക് ലെക്ചറും സെമിനാറും, പിന്നെ 15th വീക്ക് പ്രസന്റേഷൻ വീക്ക് ആയിരിക്കും. 15th വീക്ക് പ്രസന്റേഷൻ വീക്കിൽ നമുക്ക് 20 മാർക്കിലായിരിക്കും പ്രസന്റേഷൻ. അപ്പോൾ അതിനകത്ത് റീസർച്ച് പേപ്പറിന്റെ മാർക്ക് ഉണ്ട്, പിന്നെ പ്രസന്റേഷൻ്റെ മാർക്ക് ഉണ്ട്. അത് 20 മാർക്ക്. അതായത് ടോട്ടൽ സെമിനാർ ആൻഡ് പ്രസന്റേഷൻ 60 മാർക്സ്. അത് കഴിഞ്ഞ് 16th വീക്ക് ഹോളിഡേ ആയിരിക്കും. പിന്നെ ഫൈനൽ എക്സാം 17th വീക്ക് നടക്കുന്നതിന് 40 മാർക്സ് ടോട്ടൽ. ഓക്കെ, അപ്പോൾ സെമിനാറിന് എത്ര മാർക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ ഫൈനൽ എക്സാമിന് എലിജിബിൾ ആവുക? ഒരു കുട്ടി ഫൈനൽ എക്സാമിന് എലിജിബിൾ ആണെങ്കിൽ മിനിമം 11 മാർക്ക് സെമിനാർ ആൻഡ് പ്രസന്റേഷൻ ടോട്ടൽ വേണം ഫൈനൽ എക്സാം എലിജിബിൾ ആവണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫൈനൽ എക്സാമിന് കുറച്ച് കുറഞ്ഞിട്ട് സെമിനാറിന് കുറച്ച് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവുമോ? ഇപ്പോൾ ഒരു കുട്ടി സെമിനാറിനും പ്രസന്റേഷനും ഫുൾ മാർക്ക് വാങ്ങിച്ചു, എന്നാലും ഫൈനൽ എക്സാമിന് ആ കുട്ടി 21 മാർക്ക് എന്തായാലും വാങ്ങിച്ചിരിക്കണം, ഇല്ലാണ്ട് ആ സബ്ജക്ട് പാസ്സായില്ല. ഓക്കെ, അപ്പോൾ സെമിനാർ മാത്രം കൊണ്ടോ അല്ലെങ്കിൽ ഫൈനൽ എക്സാം മാത്രം കൊണ്ടോ നമ്മൾ പാസ്സാവില്ല, രണ്ടിലും മിനിമം മാർക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ രണ്ടിലും കൂടെ കൂട്ടിയിട്ട് 51 കൂടെ വേണം അല്ലേ? ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഇയർ ബാക്ക് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരു കുട്ടി ഇപ്പോൾ ഫൈനൽ എക്സാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, അതായത് 21 മാർക്സ് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് 18 മാർക്സ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ നേരത്തെ പ്രയോർ പ്രസന്റേഷൻ ആൻഡ് സെമിനാർ പ്ലസ് ദ ഫൈനൽ എക്സാം മാർക്സ് ചേർത്തിട്ട് 41 മാർക്സ് വേണം റീടേക്ക് എഴുതാൻ വേണ്ടി. അതായത് റീടേക്കിന് എലിജിബിൾ ആവാൻ 41 മാർക്സ് വേണം, അല്ലാണ്ട് റീടേക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ ഫൈനൽ എക്സാമിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്ട് ഫുള്ളി ഫെയിൽ ആണ്, നോ റീടേക്സ്. ഓക്കെ, അപ്പോൾ 41 കിട്ടിയിട്ടുണ്ടെങ്കിൽ റീടേക്ക് എടുക്കാൻ പറ്റുള്ളൂ, 51 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ് ആവുള്ളൂ അല്ലേ? അതെ, ആ സബ്ജക്റ്റിന് ടോട്ടൽ 51 മാർക്സ് ഉണ്ടെങ്കിൽ 100ൽ 51 മാർക്സ് ഉണ്ടെങ്കിൽ പാസ് ആകും. ഓക്കെ, അപ്പോൾ നിങ്ങളെ എക്സാം ടൈപ്പ് എങ്ങനെ, MCQ ആണോ അല്ലെ റിട്ടേൺ ടെസ്റ്റ് ആണോ, എങ്ങനെ വരുന്നത്? ജനറലി ഓരോ സബ്ജക്റ്റ് അനുസരിച്ചാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ മെയിൻലി എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് പറയുകയാണെങ്കിൽ ട്രൂ ഓർ ഫാൾസ് വരും, MCQs വരും, ഓപ്പൺ ക്വസ്റ്റ്യൻ വരും. അത് ഓരോ സബ്ജക്റ്റിനും വേരി ചെയ്യും എത്ര എണ്ണം വെച്ചാണെന്ന്. ജെനറ്റിക്സിന് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഇല്ല, ബാക്കി എല്ലാ സബ്ജക്റ്റിനും മിനിമം ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും. ബാക്കി എല്ലാം MCQs ആൻഡ് ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. ഈ ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കാണും, അല്ലെങ്കിൽ ഡെഫിനേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് കാണും. ചില ഇലക്റ്റീവ് സബ്ജക്റ്റുകളിൽ ഒപ്പീനിയൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ക്ലിനിക്കൽസ് എങ്ങനെയുണ്ട്, എത്രമാത്രം ക്ലിനിക്കൽസ് കിട്ടാറുണ്ട്? പിന്നെ ക്ലിനിക്കൽസിനെ കുറിച്ച് പറയുമ്പോൾ സെക്കൻഡ് സെം, അതായത് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് സെമ്മിലാണ് ക്ലിനിക്കൽസ് 1 വരുന്നത്. ക്ലിനിക്കൽസ് 1 സബ്ജക്ട് കിട്ടണമെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ ഹ്യൂമൻ ബോഡി 1, ബയോകെമിസ്ട്രി 1 ആൻഡ് ജെനറ്റിക്സ് 1 പാസ്സാണ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് സെക്കൻഡ് സെം സബ്ജക്റ്റിൽ ക്ലിനിക്കൽസ് ഇൻക്ലൂഡഡ് CPRഉം ബ്ലഡ് പ്രഷറും മാത്രമാണ്. പ്രാക്ടിക്കൽ ബാക്കിയെല്ലാം തിയറിയാണ്. പിന്നെ ക്ലിനിക്കൽ സ്കിൽസ് ഉള്ളത് 4th സെമ്മിലാണ്. 3rd സെമ്മിൽ ക്ലിനിക്കൽസ് ഇല്ല, 4th ഉള്ളത്. അതിന് എലിജിബിൾ ആണെങ്കിൽ ഹ്യൂമൻ ബോഡി 3, ബയോകെമിസ്ട്രി 3 പാസ്സാണ്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ഹോസ്പിറ്റലിലുള്ള ക്ലിനിക്കൽസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ ക്ലിനിക്കൽ റൊട്ടേഷൻസ് ഇല്ല. പിന്നെ ഇതിനകത്ത് പറയുന്ന ക്ലിനിക്കൽ സ്കിൽസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മെയിൻലി നമ്മുടെ മെഡിക്കൽ ബ്ലോക്കിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ ലാബുകളുണ്ട് മാനിക്കിൻസ് വെച്ചിട്ടുള്ള. അപ്പോൾ അതിനകത്ത് അസൈൻ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ടീച്ചർമാരുണ്ട്. അവരാണ് നമ്മളെ സ്കിൽസിൽ പ്രാക്ടിക്കൽ പഠിപ്പിക്കുന്നത്. ഫോർത്ത് ഇയർ മുതലാണ് റൊട്ടേഷൻസ് സ്റ്റാർട്ട് ആകുന്നത്. ഓക്കെ, അപ്പൊ മാൻകിൻസിലും പിന്നെ അതുപോലെ തന്നെ സ്റ്റിമുലേഷനിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? സോ മെനിക്കിൻസ് മെയിൻലി പറയുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ ചെക്കുന്ന മെനിക്കിൻ ഉണ്ട്. പിന്നെ ഇഞ്ചെക്ഷൻസ് ട്രൈ ചെയ്യാം, സ്യൂച്ചറിങ്, പിന്നെ ബ്രൂസസ് വെച്ചിരിക്കുന്ന കുറച്ച് മെനിക്കിൻസ് ഉണ്ട്. പിന്നെ CPR പറഞ്ഞ അഡൽട്ട്സ് ആൻഡ് ബേബി മെനിക്കിൻ ഉണ്ട്, CPR ട്രൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ നിങ്ങളെ അവിടെ അപ്പാർട്ട്മെന്റിലാണോ നിൽക്കാറ് അല്ലെങ്കിൽ ഹോസ്റ്റലിലാണോ നിൽക്കാറ്? പിന്നെ ഹോസ്റ്റൽ വേണോ അപ്പാർട്ട്മെന്റ് വേണോ എന്നുള്ളത് ആൾക്കാരെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഫസ്റ്റ് കയറി വരുമ്പോൾ ഹോസ്റ്റൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കുറച്ച് ഈ നാടോട്ടൊന്ന് പരിചയപ്പെട്ട് വരാൻ വേണ്ടി. പിന്നെ അപ്പാർട്ട്മെന്റിലോട്ട് മാറി അത്ര നല്ലതായിരിക്കും. കാരണം ഹോസ്റ്റലാകുമ്പോൾ ഫുഡ് മെസ്സ് കാണും. അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ ഫുഡിൻ്റെയും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം. നമുക്ക് വേണമെങ്കിൽ മെസ്സ് എടുക്കാം ഹോട്ടലിൽ നിന്ന്. പിന്നെ വേണമെങ്കിൽ നമുക്ക് സെൽഫ് കുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിക്കായിട്ട് സ്വന്തമായിട്ട് ഹോസ്റ്റൽസ് ഒന്നുമില്ല. എല്ലാം ഏറെക്കുറെ ഇൻഡിവിജ്വൽസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അടുത്ത ഹോസ്റ്റൽസേ ഉള്ളൂ. അപ്പോൾ മന്ത്ലി ചാർജ് ഒരു $300 ഒക്കെ മെസ് ആൻഡ് സ്റ്റേ ഹോസ്റ്റലിന് കാണും. $300 മിനിമം. അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന സ്റ്റുഡൻസിന്റെ കാര്യം പറഞ്ഞാൽ എക്സ്പെൻസ് ചിലപ്പം കൂടാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഫുഡിന്റെ കാര്യവും അറിയില്ലല്ലോ. ഇപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്നിടത്ത് ഞാൻ $200 ആണ് കൊടുക്കുന്നത് 2 BHK എൻ്റെ മാത്രം റെന്റ്. ഞങ്ങള് 4 പേരാണ്. 4 ഷെയറിംഗ് അപ്പാർട്ട്മെന്റ് ആണ് 2 BHK. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ടോട്ടൽ $800 ആണ് മന്ത്ലി കൊടുക്കേണ്ടത്. ഓക്കെ ഫാദർ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് അറിയാനുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പം താങ്ക് യു ഫാദർ. അപ്പോൾ നമ്മൾ ഇന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ കുറിച്ചിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, യൂണിവേഴ്സിറ്റിന്റെ ലൊക്കേഷൻ, എഡ്യൂക്കേഷൻ, ക്ലിനിക്കൽസ്, അവിടെയുള്ള ഫീസ്, എക്സ്പെൻസ്, പാർട്ട് ടൈം, ആഫ്റ്റർ സ്റ്റഡി ഓപ്ഷൻസ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫാദിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ കുറിച്ച് അറിയണമെങ്കിൽ ഫാദിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഫാദിനെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് ഒരു കോൾ ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ഫാദിനോട് സംസാരിക്കാം. ഇനി അതല്ല, ഈ വീഡിയോയിൽ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും MBBS നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബ്രോഡ് MBBS നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.